ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണ്, അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് പറയാം. അതായത് ഇപ്പോൾ ചില പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ വേറെ പല കാര്യങ്ങളും അവർക്ക് അത്രയധികം ശ്രദ്ധ ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് മാത്രം ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു പേഴ്സൺ അല്ല. അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ളൊരു പ്രവണതയുള്ളൊരു പേഴ്സണാണ്. ഇപ്പോൾ ഇവരുടെ ഒരു കരിയർ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇവരൊരു വർക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആൾക്ക് തന്നെ തോന്നിയേക്കാം ഇതിനേക്കാളും ബെസ്റ്റ് മറ്റേ ജോബായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, വേറെ ജോബ് ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് എപ്പോഴും ഉള്ള കാര്യങ്ങളിൽ തൃപ്തി കുറവുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് പറയാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓപ്ഷൻസ് അന്വേഷിച്ച് പോകുന്ന അല്ലെങ്കിൽ പോസിബിലിറ്റീസ് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ആ ഒരു വ്യക്തി അങ്ങനെ പ്രറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് വ്യക്തികളുണ്ട്. അതായത് ചിലപ്പോൾ ഫാമിലിക്ക് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് അതിനകത്ത് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു വ്യക്തിയല്ല. അവർക്ക് പല മേഖലയിലും പല വ്യക്തികളുമായിട്ട് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ കണക്ഷൻസും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. നമുക്കിവരെ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുക്കി നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇപ്പോൾ എന്താ പറയുക, എല്ലാത്തിലും കൈയിട്ട് വരിക എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അപ്പോൾ എല്ലായിടത്തും ഓടി നടക്കുന്ന ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മൂന്നാമതൊരാളോട് ഒരു അഭിപ്രായം ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനോടായിരിക്കാം, അല്ലെങ്കിൽ അത്രയും അടുത്ത ബന്ധുക്കളോടായിരിക്കാം, ചിലപ്പോൾ ഫാമിലിനോടായിരിക്കാം. അങ്ങനെ പലരെയും ചിലപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രവണതയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്ത് തീരുമാനമാണെന്നുണ്ടെങ്കിലും അതിനകത്തുള്ള രണ്ട് വ്യക്തികൾ ചേർന്ന് എടുക്കേണ്ടതാണ്. അതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു ഡിസിഷൻ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണും കൂടി എടുത്തു കഴിഞ്ഞാൽ പോലും വേറെ ആരുടെയെങ്കിലും അഭിപ്രായമോ കാര്യങ്ങളോ ഒക്കെ കേട്ടുകൊണ്ട് വരുമ്പോൾ ആൾ ചിലപ്പോൾ ഫ്ലക്ച്വേറ്റ് ആയേക്കാം. അതായത് ഇതല്ല, ആ ഒരു വ്യക്തി പറഞ്ഞു തന്നതാണ് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ക്ലാഷസ് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്നേഹമുണ്ട്. അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഇമോഷൻസിനും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വാല്യൂ തരണമെന്നുണ്ടാവില്ല. അതായത് ഈ ഒരു സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്കും പലതരത്തിലുണ്ട്, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ചില വ്യക്തികൾ നമ്മളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട്, നമ്മളുടെ ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള തരത്തിലുള്ള സ്നേഹമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ പ്രോബ്ലമായിട്ട് തോന്നുന്ന സംഭവങ്ങൾ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കും. നിങ്ങളെ ചിലപ്പോൾ അത്രത്തോളം ഒരു ഹാർട്ട് പെയിനൊക്കെ ഉണ്ടാക്കിയ സംഭവം ഈ ഒരു വ്യക്തിയോട് പറയുമ്പോൾ അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതാണോ വലിയ കാര്യം, അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ചിലപ്പോൾ നിങ്ങളെ നോക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ വാക്കുകൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനോ ഫീലിങ്സിനോ അത്ര ഭയങ്കര ഇമ്പോർട്ടൻസ് ആൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എന്താണെന്ന് കാണാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജി ഉള്ളൊരു പേഴ്സണാണ് ഇവിടെ ഉള്ളത്.
അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇമോഷൻസിനൊന്നും അത്രയും വാല്യൂ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അത്ര വലിയ സംഭവമൊന്നും അല്ല, അതൊക്കെ വളരെ നിസ്സാരമാണ് എന്ന് കാണുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ആളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആൾക്ക് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ സംഭവം എന്നുള്ളൊരു രീതിയിൽ ആൾ ചിന്തിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനേക്കാളും വലുതായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്, പിന്നെയാണോ ഇത് എന്നുള്ള അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് വളരെ നിസ്സാരവൽക്കരിച്ചും സ്വന്തം കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതാണ് ഏറ്റവും വലിയ സംഭവം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് ആ ഒരു പേഴ്സൺ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി അസാധ്യ മൈൻഡ് ഗെയിമർ ആയിരിക്കാം. അതായത് മൈൻഡ് ഗെയിംസ് കളിക്കുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒരു മുൻപിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ അത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, ഈ ഒരു പേഴ്സൺ മൈൻഡ് ഗെയിം കളിക്കുകയാണോ എന്നോടെന്നുള്ളത്. അത് മാത്രമല്ല, ചിലപ്പോൾ ഇവർ ചില കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുത്തി തീർത്ത് അവർക്ക് എന്താണോ വേണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ കൂടി എത്തിച്ചേർക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞേക്കാം. അപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ച ആളുകളെയൊക്കെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. അങ്ങനെ തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒരു ആക്ഷൻസും കാര്യങ്ങളെല്ലാം കൊണ്ടായിരിക്കാം. പെട്ടെന്ന് ആളുകളെ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ ഒരു വിശ്വാസം അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി കൂടുതൽ ഡീപ്പായിട്ട് അടുത്ത് കഴിയുമ്പോഴായിരിക്കാം ഇവരുടെ ഒരു എക്സാക്ട് ഫിഗർ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആദ്യ കാഴ്ചയിൽ കാണുന്ന പോലെയുള്ള ഒരു വ്യക്തിയല്ല, അവർക്ക് വേറെ ചില ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു എനർജി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കറൻ്റ് ഈ ഒരു വ്യക്തി നിങ്ങളെ നോക്കി കാണുമ്പോൾ നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് അങ്ങനെ പ്രറ്റൻഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തരത്തിൽ തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് വളരെ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ നേരത്തെ ഇവർ ഓരോ കാര്യത്തിലും ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ചെറുതായിട്ടെങ്കിലും നിങ്ങളൊന്ന് അവഗണിക്കുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വിഷമത്തോടുകൂടി ഇവരോട് എന്ന് പരാതി പറയുക, ചോദ്യം ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇതൊന്നും ചോദിക്കാതെയും പറയാതെയും നിങ്ങളിപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഈ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് അവർ നിങ്ങൾ അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പാണ് അവരെ രക്ഷപ്പെടുത്തിയതെന്ന് സമ്മതിച്ചു തരുമോ അങ്ങനെയൊന്നും ചെയ്യണമെന്നുണ്ടാവില്ല. എങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടായിട്ടായിരിക്കാം നിങ്ങൾ നിന്നിട്ടുണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഈ ഒരു പേഴ്സണ് കിട്ടുന്നില്ല. അത് മാത്രമല്ല, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മിസ്റ്ററി ആയിട്ടാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ചിലപ്പോൾ അവർക്ക് പാസ്റ്റിൽ ചിന്തിച്ചിട്ടുണ്ടാവുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് A to Z ഇവർക്ക് അറിയാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്താണ്, അല്ലെങ്കിൽ ഇവരെവിടം വരെ പോകും എന്നുള്ളത് എനിക്കറിയാം എന്നുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റിൽ നിന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് ആ ഒരു ഷുവറിറ്റി നിങ്ങളെക്കുറിച്ചില്ല. നിങ്ങളവർക്ക് മനസ്സിലാക്കാനായിട്ട് ഇനിയും ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് ഇനിയും ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതി ഇവർക്കുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു ഡീവിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഭാവമാറ്റമായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ടൊന്ന് നിങ്ങളെ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ നിഗൂഢതകൾ നിങ്ങൾക്ക് പിന്നിലുണ്ടെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഇവർ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഇപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം. അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറവുള്ളത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഭാവമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആൾ വളരെ അന്തം വിട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു എനർജിയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു ഐക്യത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെമ്മറീസും കാര്യങ്ങളും വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഏതൊക്കെയോ പ്രോബ്ലംസിൽ ആ ഒരു പേഴ്സൺ സ്റ്റക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, നമ്മൾ ആദ്യമേ പറഞ്ഞു അവർക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ എല്ലാത്തിലും ഓൾറൗണ്ടറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു കാര്യത്തിൽ മാത്രം ഒരു ഫോക്കസ് ആയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരെയും ഈ ഒരു പേഴ്സൺ അന്ധമായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കാളും പ്രാധാന്യം ചിലപ്പോൾ മറ്റു പല കാര്യങ്ങൾക്കോ വ്യക്തികൾക്കോ ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും
ഒരു വ്യക്തികളുമായിട്ടൊക്കെ ചിലപ്പോൾ അവർക്ക് ഒരു ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ അവർ വിചാരിക്കാത്ത രീതിയിൽ നിന്നുള്ള അവരുടെ ഒരു പെരുമാറ്റമോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതായത് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു താങ്ങുന്നണലെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരാളുടെ ഒരു സപ്പോർട്ട് വേണ്ടുന്ന ഒരു ടൈമാണ്. അങ്ങനെയുള്ളൊരു സ്റ്റേജിലൂടെയാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു മൈൻഡ് ഗെയിമും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അത്രയും വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. നിങ്ങളുടെ ഒരു ഇമോഷൻസിനൊന്നും ഒരു വാല്യൂ തരുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു പേഴ്സണെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ അത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്താണ് നമ്മളുടെ പാർട്ട്ണറിന് കൊടുക്കേണ്ടുന്ന ഒരു പരിഗണന, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും കൂടി കുറച്ചധികം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനും ഫീലിങ്സിനും ഒക്കെ വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം അത്രയും കുറവായിരുന്നിരിക്കാം. ഇപ്പോൾ കാര്യം നമ്മളിവിടെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കറിയാം അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് അവിടെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സണ് നല്ല ബോധ്യമുണ്ട്. അത് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അതിന് വലിയൊരു പരിഗണന കൊടുക്കുന്നില്ല. എൻ്റെ കൂടെയുള്ള സംഭവമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മതി, അല്ലെങ്കിൽ എൻ്റെ കാര്യം എന്ന് ചിന്തിക്കുന്നുള്ള ഒരു പേഴ്സണാണ്. ആ ഒരു സെൽഫിഷ്നെസ് ഉണ്ട് ഈ ഒരു പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരോട് ആ ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡിലൊക്കെ ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ മറ്റാരുടേതെങ്കിലും ആയിത്തീരുന്നത് ഈ ഒരു പേഴ്സണെ സഹിക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. അതിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. ഒരിക്കലും ഇപ്പോൾ ഈ ഒരു പേഴ്സണോട് മിണ്ടിയില്ല, നിങ്ങൾ അകന്ന് നിൽക്കുകയാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഓക്കെ, പക്ഷെ ഒരിക്കലും മറ്റാരുടേതോ ആയിത്തീരരുത്. എപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ സ്വന്തമായിരിക്കണം നിങ്ങളെന്നുള്ള ആ ഒരു ആഗ്രഹം എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു പിടിവാശി ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ പലപ്പോഴും റിലേഷൻഷിപ്പിൽ ഒരാൾ കുറച്ച് താന്നു കൊടുക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് പോട്ടെ എന്ന് വെച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പല കേസസിലും നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി അത് മുതലെടുക്കുന്നതായിട്ടാണ്. കാരണം ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നോളും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അവരെന്നെ വിട്ട് പോകാനൊന്നും പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഇവർക്ക് വന്നു ചേരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇവർ കാണുന്നത്. അതുകൊണ്ടാണല്ലോ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർ പോകാത്തത്. അപ്പോൾ ഇവരെന്ത് പ്രവൃത്തികൾ നാളെ ചെയ്താലും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കുന്നതിനേക്കാളും ഇരട്ടി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൺ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിൽ വരും. അപ്പോൾ അത് റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവാം, ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ശ്രദ്ധ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടാനൊക്കെ നിങ്ങൾ അത്രത്തോളം നമ്മൾ കാത്തുകെട്ടി കിടക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നിന്നിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു പേഴ്സൻ്റെ ഒരു പരിഗണനയോ അല്ലെങ്കിൽ പ്രയോറിറ്റിക്കോ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ യാചിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയൊക്കെ ഒരുപാട് വ്യക്തികൾ ഈ ഒരു പേഴ്സണ് ചുറ്റുമുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവരൊക്കെ ഉണ്ടാവാം. പക്ഷേ അവരിൽ നിന്നൊന്നും ഒരു തൃപ്തികരമായിട്ടുള്ളൊരു എനർജിയിലല്ല ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേരത്തെ എന്താണോ അനുഭവിച്ചത്, ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം, പുറമെ കാണിച്ചില്ലെന്നുണ്ടെങ്കിലും അതേപോലെയുള്ളൊരു ഫീലിംഗ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ട്രഗിൾ ഉണ്ട്. അപ്പോഴൊന്നും ആരും ഇവരുടെ ഒപ്പമില്ല. അതുകൊണ്ടാണല്ലോ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ എനിക്ക് ആരും സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് അവർ എത്തുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു എനർജിയിലാണ് അവരിവിടെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അത് മാത്രമല്ല, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്നുള്ളൊരു പേടിയുണ്ട്. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളെല്ലാം മാറിയതുകൊണ്ട് അതും ഇവർക്കൊരു ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ അവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട് പോകുമ്പോഴായിരിക്കും നമ്മളുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തികളുടെ ഒരു മൂല്യം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അല്ലെങ്കിൽ അന്ന് നമുക്ക് അത്രയും വലിയൊരു വാല്യൂ ആയിട്ടൊന്നും തോന്നാത്ത ചില കാര്യങ്ങൾ പിന്നീട് നമുക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തീർത്തും ഒറ്റപ്പെട്ട് പോകുമ്പോഴൊക്കെ ആയിരിക്കും ആ ഒരു പഴയ കാര്യത്തിൻ്റെ ഒരു മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് പറയാം. അപ്പോൾ ഇവർക്കിപ്പോൾ ആവശ്യം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഡ്വൈസാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കൂടെ നിൽക്കുന്നതാണ് അവരുടെ ഒരു ആവശ്യം. പക്ഷേ ആ ഒരു ടൈമിൽ നിങ്ങളില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ വരുത്തി വെച്ചതായിരിക്കാം ഇപ്പോഴുള്ള ഈ ഒരു സെപ്പറേഷനും കാര്യങ്ങളല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ആ ഒരു മൈൻഡ് ഗെയിം വെച്ചിട്ട് നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലാനുള്ള പല പണികളും ഈ ഒരു പേഴ്സൺ ഒപ്പിച്ചിട്ടുണ്ടാവാം. നിങ്ങളായിട്ടൊന്ന് മിണ്ടട്ടെ എന്നുള്ളത് കൊണ്ട്. പക്ഷെ നിങ്ങളും ചിലപ്പോൾ കുറച്ച് കടുംപിടുത്തത്തിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും. ഞാനായിട്ട് ഇനി അങ്ങോട്ട് ഒരിക്കലും പോവില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു എനർജിയിലായിരിക്കും. അപ്പോൾ കറൻലി ഈ ഒരു പേഴ്സണ് വേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുതുക്കുക എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ആക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതിപ്പോൾ താളം തെറ്റി കിടക്കുകയാണ്, രണ്ടുപേരും രണ്ട് ഭാഗത്താണ്, കോണ്ടാക്റ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ആൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പുറകിൽ തന്നെ എന്തൊക്കെയോ മിസ്റ്ററീസ് ഉണ്ട്, നിങ്ങളിപ്പോൾ ആ ഒരു പഴയ ആളൊന്നും അല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. ആൾക്കൊരു സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആൾക്ക് ഉപേക്ഷിച്ച് കളയാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ഒരു വാല്യൂ ആൾക്ക് അറിയാം. പക്ഷേ ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പോലും ആൾ കുറച്ച് ഈഗോയിസ്റ്റിക്കാണ്, അല്ലെങ്കിൽ കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട് ഓപ്പൺലി വന്ന് നിങ്ങളുടെ അടുത്ത് ഇതൊന്നും സമ്മതിച്ച് തരാനായിട്ട് പോകുന്നില്ല. എങ്കിൽ പോലും ആൾക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡ്യുവൽ ഫേസ് എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ ഒരു വ്യക്തിയുടേത്. അതായത് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അത് അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. നമുക്ക് കാണാം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, ആ ഒരു കപ്സിൻ്റെ എനർജി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് ഭയങ്കരമായിട്ടുള്ളൊരു ജെനുവിൻ ഒരു സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കൂടുതലും അവനവൻ്റെ കാര്യത്തിന് തന്നെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു. ആ ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു പേഴ്സണെ അത്രത്തോളം വിശ്വസിച്ച് കൂടെ നിന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രയും നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പേഴ്സൺ ആണെന്ന് അവർക്ക് അറിയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും നിങ്ങൾ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. ആ ഒരു തരത്തിലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളായിട്ട് അങ്ങോട്ട് ഒന്ന് ചെന്ന് മിണ്ടണമെങ്കിൽ മിണ്ടട്ടെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ആ ഒരു പഴയ എനർജിയിലേക്ക് ചെല്ലട്ടെ എന്ന് ആഗ്രഹിച്ച് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ പല പേഴ്സണൽ റീഡിങ്ങിലും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ പേഴ്സൺ ആ ഒരു പഴയ ഇഷ്ടത്തിൽ, അല്ലെങ്കിൽ നേരത്തെ ഞങ്ങൾ എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിലേക്ക് ഇനി വീണ്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ പറഞ്ഞ ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഇവരുടെ അടുത്ത് നേരത്തെ നിന്നിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ നിങ്ങളെ ഈ ഒരു പേഴ്സൺ അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനി നിങ്ങൾ വീണ്ടും ചെല്ലണം എന്നാണ് ഇവരുടെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങളായിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സന്തോഷം. അവരുടെ ഒരു ഈഗോ ഹേർട്ട് ആവാതെ നിങ്ങളായിട്ട് അങ്ങോട്ട് തന്നെ ചെല്ലുന്നു. ഇവർ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനുള്ള അപ്രൂവൽ കൊടുത്തരുന്നു എന്നുള്ളൊരു രീതിയിൽ അവർക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഈ ഒരു പേഴ്സൻ്റെ ആവശ്യമായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ചെല്ലാതിരിക്കുന്നത് കൊണ്ട് ആ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് കുറച്ച് ഷൈനസ് ഉണ്ട്. അവരായിട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു നാണക്കേടുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്കതും പറയാം. കാരണം നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു ഈഗോയിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പത്തി മടക്കി വരിക എന്ന് പറയുന്നത് പോലെ അതവർക്ക് കുറച്ച് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോൺടാക്റ്റിലോ സെപ്പറേഷനിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങൾ അന്വേഷിച്ച് വരും, അല്ലെങ്കിൽ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി സറണ്ടർ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് പോകരുത്. കാരണം ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾക്കും കൂടി ഒരു വാല്യൂ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളെയും കൂടി അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ ഓവറായിട്ട് അതിനകത്ത് അഡിക്റ്റായിട്ട് ഇരിക്കുന്നൊരു സമയത്ത് നമുക്കൊരു വാല്യൂ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളും നമുക്ക് തരില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇത് ആരുടെ എല്ലാം പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവരുടെ ഒരു ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പോഴുള്ളൊരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ എനർജീസ് ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ ഒരു സിറ്റുവേഷനും എനർജീസും ഒക്കെ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ചില ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ്സ് എടുക്കുന്നത് മുഴുവൻ അവരുടെ കാര്യങ്ങളാണ്, എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കാര്യങ്ങളാണെന്നുള്ളൊരു ചിന്തയിൽ അവരുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുന്നത് പോലെ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവാനായിട്ട് പറയണം, നമ്മൾ ഈ ഒരു ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ, കാർഡ്സ് എടുക്കുമ്പോൾ വരുന്നത് എന്താണോ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്, വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ റീഡിങ്ങിനകത്ത് മാത്രമാണ് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇത് രണ്ടും കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിങ്ങിൽ നമ്മളിപ്പോൾ ഒരു 15 കാര്യം പറയുമ്പോൾ ഒരു 5-6 കാര്യം ചിലപ്പോൾ ചിലവരുടേതായിട്ട് വന്നേക്കാം, ബാക്കി നിങ്ങളുടേതായിരിക്കില്ല. അപ്പോൾ ചിലവരൊരു കാര്യമുണ്ട്, 2-3-4 കാര്യങ്ങൾ അവരുടേതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ പേഴ്സൻ്റേതാണെന്നുള്ള രീതിയിൽ
ഒന്ന് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് പോലെ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണോ ഉള്ളത് ആ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. വേറെ പല കാര്യങ്ങളും വേറെ പല വ്യക്തികളുടേതായിരിക്കും. അതൊരിക്കലും നിങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പതിവ് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.